ഭൗതികമായ യാതൊരു താല്പര്യത്തിന്റെയും പിന്നാലെയല്ല എന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദീന് പറയുന്നിടത്ത് ഇന്ന് ആരെയും മുഖം നോക്കേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുകൂടി ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ഈ ദൗത്യ നിർവഹണം, അതിന്റെ ഭാഗമായി നടക്കുന്ന പ്രോഗ്രാമുകൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീന് യഥാർത്ഥ രൂപത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, വരാനിരിക്കുന്ന മരണാനന്തര ജീവിതം പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് എത്തരുത് എന്നതാണ് ഇതുപോലെയുള്ള സംസാരങ്ങളുടെ ആകത്തുക. മരണം നമ്മളെ കാത്തിരിക്കുന്നു. അത് പെട്ടെന്നൊരു ദിവസം പെടുന്നതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ മരണം നമ്മളിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്ന മനുഷ്യൻ മുസ്ലിമായി യാത്രയാവണം എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ പല കാര്യങ്ങൾക്കും വേണ്ടി താല്പര്യം കാണിക്കുന്നു, ഓടുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു. പക്ഷേ ആഖിറത്തിന്റെ കാര്യം വരുമ്പോൾ, പരലോകത്തിന്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും സംഘടനയുടെയും സംഘടനാ പക്ഷപാതിത്വങ്ങളുടെയും പിന്നാലെ കൂടി ആദർശത്തെ മറന്നുപോകുന്ന സാഹചര്യങ്ങൾ ചില മനുഷ്യർക്ക് ഉണ്ടാകാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗവും വ്യക്തതയോടെ സ്വീകരിക്കണമെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാടുകളിൽ കക്ഷിത്വങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ഉമ്മത്ത് തന്നെ, മുസ്ലിം ഉമ്മത്ത് തന്നെ ഒരുപാട് കക്ഷികളായി ഭിന്നിക്കും. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസുകൾ നമുക്ക് കാണാം. ലോകത്ത് യഹൂദികളും നസ്വാറാക്കളും 72 കക്ഷികളായി ഭിന്നിച്ചിരിക്കുന്നു. എന്നാൽ ഫസതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കുക തന്നെ ചെയ്യും. യഹൂദി നസ്വാറാക്കൾ 72 ആണെങ്കിൽ എന്റെ ഉമ്മത്ത് 73 ആകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒന്ന് എണ്ണത്തിൽ കൂടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹും ഫിന്നാർ, അതിലെല്ലാവരും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തൻ വാഹിദ, ഒരു വിഭാഗമൊഴികെ ബാക്കി എല്ലാവരും നരകത്തിലാണ്. സ്വഹാബത്ത് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, വമാ ഹിയ തിൽക്കൽ ഫിർഖ യാ റസൂലല്ലാഹ്, ആരാണ് റസൂലേ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു കക്ഷി ആരാണ്? ആ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു കക്ഷിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമോ എന്ന് സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിപ്പിച്ചത് ഏതെങ്കിലും ഒരു സംഘടനയുടെ പേരല്ല, മറിച്ച് ഒരു ആദർശത്തെ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചത്. അത് മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്നത്തെ ദിവസം ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് അതേ മാർഗത്തിൽ മരിക്കുന്നത് വരെ നിലകൊള്ളുന്നവർ ആരാണോ അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തും അന്നത്തെ കാലത്ത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കൈമാറി തന്ന ആ ഖുർആനിനെയും സുന്നത്തിനെയും അവർ മുറുകെ പിടിച്ച് ജീവിച്ചതുപോലെ ആരാണോ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് ആ
സുന്നത്തിനെയും സ്വഹാബത്തിനെയും പിൻപറ്റി ജീവിക്കുന്നവർ ആരാണോ അവരാണ് സ്വർഗത്തിലേക്ക് പോകുന്ന കക്ഷി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാവണം നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും എല്ലാം നാം കെട്ടിപ്പടുക്കേണ്ടത്. എല്ലാ മേഖലകളും നാം ക്രമീകരിച്ച് ശുദ്ധീകരിച്ച് പോകേണ്ട മുഴുവൻ മേഖലകളും ഈ ഒരു സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാവണം. അത് മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഇന്നത്തെ ദിവസം ഞാനും എൻ്റെ സ്വഹാബത്തും എന്തൊരു കാര്യമാണോ അല്ലെങ്കിൽ ഏതൊരു മാർഗമാണോ സ്വീകരിക്കുന്നത്, ആ മാർഗം മരിക്കുന്നത് വരെ ആരാണോ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നത് അവരാണ് വിജയികൾ, അവരാണ് രക്ഷപ്പെടുന്ന ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മുടെ വിശ്വാസ രംഗം നമ്മൾ പരിശോധിക്കണം. നമ്മുടെ വിശ്വാസ രംഗത്ത് നമുക്ക് തകരാറുകൾ ഇല്ല എങ്കിൽ സഹോദരങ്ങളെ നമുക്ക് സമാധാനിക്കാൻ വകുപ്പുണ്ട്. പക്ഷേ ഇവിടെ ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരത്തിൽ, അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടതാണ്, അദ്ദേഹം വിശദമായി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചതാണ്. തൗഹീദാണ് ദീനിന്റെ മർമ്മപ്രധാനമായ ഭാഗം. അവിടെ ഒരാൾക്ക് പിഴച്ചാൽ, അവിടെ ഒരാൾക്ക് തകരാറ് പറ്റിക്കഴിഞ്ഞാൽ അവന്റെ ആഖിറം നഷ്ടത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മറ്റെല്ലാ കാര്യങ്ങൾ ഉണ്ടായിട്ട്, അമലുകൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരാൾക്ക് തൗഹീദിൽ പിഴവ് സംഭവിച്ചാൽ, വിശ്വാസ രംഗത്ത് തകരാറ് പറ്റിക്കഴിഞ്ഞാൽ ബാക്കി പിന്നെ അമല് കൊണ്ടൊരു പ്രയോജനവും നേടിയെടുക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ആരാണ് അല്ലാഹു എന്ന് ആദ്യം ഉൾക്കൊള്ളേണ്ട ഒരു മേഖല അതാണ്. ഇവിടെ വിശദീകരിച്ചതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എന്നാലും സൃഷ്ടാവായ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബിനെ സംബന്ധിച്ച് അല്ലാഹു തന്നെ വിവരിക്കുന്നത് നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 21-22 വചനങ്ങളിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പഠിപ്പിച്ച വാക്കാണ്. യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. ആരാണ് രക്ഷിതാവ്? അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനാണ് അവൻ. സഹോദരങ്ങളെ, നമ്മൾ ആരുമല്ലായിരുന്നു, നമ്മൾ ഒന്നുമല്ലാത്തതിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ച, സംവിധാനിച്ച ലോകത്തിന്റെ രക്ഷിതാവില്ലേ, ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. നിങ്ങൾ നോക്കൂ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ക്രൂരനായ ഭരണാധികാരി ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൽപ്പന വരുമ്പോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്ന്, ക്രൂരനാണ്, ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചിരുന്ന വ്യക്തിയാണ്, ആ ഫിർഔനിനോട് ചെന്നിട്ട് പറയുന്ന വാചകം ഇതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോ ഫറോവയുടെ ചോദ്യമുണ്ട്, മൂസാ, നീ പറയുന്ന റബ്ബ് ആരാണ് മൂസാ? അവൻ റബ്ബുക്കുമായ മൂസാ, നീ പറയുന്ന റബ്ബ് ആരാണെന്ന് ചോദിക്കുന്ന സന്ദർഭം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. അന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഖുർആനിൽ വ്യക്തമായി നമുക്ക് കാണാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത് ഖുർആനിൽ അള്ളാഹു വിശദീകരിക്കുന്നത് കാണാം. അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന മൂസാ നബി പറഞ്ഞതായി, ആരാണ് റബ്ബ് എന്ന് ചോദിക്കുമ്പോ, റബ്ബുനല്ലദീ, ഫിർഔനെ, എന്റെയും നിന്റെയും റബ്ബ്, നമ്മുടെ റബ്ബ്. അല്ലദീ, അവൻ ആരാണെന്നറിയുമോ? അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു
പഠിപ്പിക്കുന്ന വാക്കാണ്. എന്താ പഠിപ്പിച്ചത്? ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെക്കുകയും ചെയ്ത ലോകത്തിന്റെ രക്ഷിതാവ് എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അതിനെ വ്യക്തമായ നിലക്ക് ക്രമീകരിക്കുകയും ചെയ്ത ലോകത്തിന്റെ രക്ഷിതാവ് അവനാണ്. ഫിർഔനെ, എന്റെയും നിന്റെയും റബ്ബവനാണ്. ലോകത്തിന്റെ രക്ഷിതാവ് അവനാണ്. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയോട് കൽപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി പഠിക്കുകയും അറിയുകയും ചെയ്യുക. ആ റബ്ബിനെ ആരാധിക്കുന്ന ആ റബ്ബ് സുബ്ഹാനഹു വ തആലയെ അറിയുന്നവരായി മാറണം. നോക്കൂ, പരിശുദ്ധ ഖുർആനിലൂടെയുള്ള പറഞ്ഞല്ലോ, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ആയിരക്കണക്കിന് വരുന്ന ബീജഗണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജത്തെ ഉമ്മയുടെ ഗർഭപാത്രവുമായി ചേർത്ത് വെച്ച രക്ഷിതാവാരോ അവനാണ് മനുഷ്യ. നിന്റെ രക്ഷിതാവ് അവനാണ് അല്ലാഹ്. ആ റബ്ബിനെയാണ് നീ ആരാധിക്കേണ്ടത്. അതേ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഇവിടെ 40 വയസ്സ് പ്രായമുള്ള ഒരു യുവാവിനോട് ചോദിക്കാം, 42 കൊല്ലം മുമ്പ് നീ എവിടെയായിരുന്നു? 42 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു എന്ന് 40കാരനോട് ചോദിച്ചാൽ അഡ്രസ് ഇല്ല, ഐഡന്റിറ്റി ഇല്ല, ഒരു വ്യക്തമായൊരു അഡ്രസ് പറയാനില്ലെങ്കിൽ നമ്മൾ ആരുമല്ലായിരുന്നു. ഒന്നുമല്ലാത്തതിൽ നിന്നാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത്, അല്ലേ? നമുക്കൊരു അഡ്രസ് ഇല്ല. പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം നമുക്ക് കാണാം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യ, ഒരു ഇന്ദ്രിയത്തുള്ളി പോലും ആയിരുന്നില്ലാത്തൊരു കാലഘട്ടം നിനക്ക് കടന്നുപോയിട്ടില്ലേ? ഒരു ബീജഗണം പോലും ആയിരുന്നില്ലാത്തൊരു കാലം നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇൻസാനിന്റെ 1-ാമത്തെ വചനത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ആ റഹ്മാനായ റബ്ബ് മനുഷ്യനോട് ചോദിക്കുന്നതാണെങ്കിൽ ആ റബ്ബിനെ മനുഷ്യൻ അറിയണ്ടേ? ആ റബ്ബിനെ മനുഷ്യൻ പഠിക്കണ്ടേ? പ്രിയമുള്ളവരെ, അള്ളാഹു തന്ന വെള്ളം കുടിച്ച്, റബ്ബ് തന്ന വായു ശ്വസിച്ച്, അള്ളാഹു തന്ന സകല അനുഗ്രഹങ്ങളെയും ആസ്വദിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച റബ്ബിനെ അറിഞ്ഞില്ലെങ്കിൽ, അവനെ ആരാധിക്കേണ്ട രൂപത്തിൽ ആരാധിച്ചിട്ടില്ലെങ്കിൽ, അവനെ അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അതിനേക്കാൾ വലിയ നന്ദികേട് ഭൂമി ലോകത്ത് വേറെ ഏതാണ്? പ്രിയമുള്ളവരെ? അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാചകം നമുക്ക് കാണാം. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിന് രൂപം നൽകിയ ഘട്ടങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖൻ മിൻ ബഅദി ഖൽഖിൻ ഫീ ളുലുമാതിൻ സലാസ്. ഒരു സൃഷ്ടിപ്പിന് ശേഷം മറ്റൊരു സൃഷ്ടിയായി ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഭദ്രമായ സ്ഥലത്ത് നിന്നെ സംവിധാനിച്ച നിന്റെ രക്ഷിതാവാരാണോ? നിന്റെ രക്ഷിതാവാരാണോ? ആ രക്ഷിതാവിനെ നിങ്ങൾ അറിയണം, ആ സൃഷ്ടാവിനെ നിങ്ങൾ അറിയണം. ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ 3-ാമത്തെ അറയിൽ ഭദ്രമായ നിലക്ക് നിന്നെ സംവിധാനിച്ച നിന്റെ രക്ഷിതാവില്ലേ? അതെ, ആ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന രട്ടയെപ്പോലെ വെറും ഒരു രക്തക്കട്ടയായി രൂപപ്പെട്ട മനുഷ്യൻ ആ രക്തക്കട്ടയെ മാംസപിണ്ഡമാക്കി രൂപപ്പെടുത്തി. ആ മാംസപിണ്ഡത്തിന്റെ മുകളിൽ എല്ലുകൊണ്ട് പൊതിഞ്ഞ്, ആ എല്ലിന്റെ മുകളിൽ വീണ്ടും മാംസം കൊണ്ട് ആവരണം ചെയ്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ സുന്ദരനായ ഒരു കുഞ്ഞായി നിന്നെ രൂപപ്പെടുത്തിയ നിന്റെ രക്ഷിതാവില്ലേ? ആ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പാർശ്വാലിറ്റി ഇല്ലാതെ, വേർതിരിവുകളില്ലാതെ മനുഷ്യരുടെ സൃഷ്ടാവിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ നിലക്ക് നമുക്ക് വിവരിച്ചു തരുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഖാലിഖായ റബ്ബ്, ആ റബ്ബിനെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നത് കാണാം. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? നമ്മൾ ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഇവിടെ ഭൂമിയെയും ആകാശങ്ങളെയും ഇവിടെയുള്ള സകലതിനെയും നമുക്ക് വേണ്ടി സംവിധാനിച്ചവനാണ് റബ്ബ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ.
ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയാക്കി തന്നവനാണവൻ. ആകാശത്തിന്റെ മേഘക്കീറുകളിൽ നിന്ന് ഭൂമിയിലേക്ക് മഴയിറക്കി തന്നവനാണവൻ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്തിനാണ് ആ മഴ നിങ്ങൾക്ക് നൽകിയതെന്നറിയുമോ? മനുഷ്യന് വേണ്ട ഉപജീവനത്തെ വ്യക്തമായ നിലക്ക് ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി സംവിധാനിക്കാൻ, അല്ലെങ്കിൽ വിത്തുകൾ മുളപ്പിക്കാൻ ആകാശത്ത് നിന്നും മഴ നൽകിയവനാണവൻ. എല്ലാം തന്നതല്ലയാണ്. ഇത് മക്കത്തെ മുശ്രിക്കും അംഗീകരിച്ചതാണ്. അന്നം നൽകുന്നതാരാ? വെള്ളം നൽകുന്നതാരാ? വായു നൽകുന്നതാരാ? നിന്നെ സൃഷ്ടിച്ചവനാരാ? നിനക്ക് കേൾവി ശക്തി നൽകിയവനാരാ? ആകാശങ്ങളെ സൃഷ്ടിച്ചവനാരാണ്? ഭൂമിയെ സൃഷ്ടിച്ചവരാരാണ് എന്നൊക്കെ ചോദിക്കുമ്പോ മക്കയിലെ മുശ്രിക്കിന്റെ മറുപടിയും ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലാഹു ആണെന്നവരെല്ലാവരും അംഗീകരിച്ചതാണ്. ഇന്ന് മുസ്ലിം സമുദായവും അംഗീകരിക്കുന്നു. ഇവിടെയുള്ള എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നു. ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന്, ഇതിന്റെ പിന്നിൽ ഒരു സംവിധായകനുണ്ടെന്ന്, വ്യക്തമായി ഇതിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു രക്ഷിതാവുണ്ടെന്ന്. ഇല്ലേ? പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഒരുക്കി തന്നവൻ ഞാനാണ്. എങ്കിൽ അല്ലാഹു ഒരു നിബന്ധന വെക്കുകയാണ്. ആ നിബന്ധന എന്താണെന്നറിയുമോ? പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെ 22-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാം നിങ്ങൾക്ക് ഒരുക്കി തന്നത് റബ്ബാണെന്നുള്ള പഠിപ്പിച്ചിട്ട് അല്ല പറഞ്ഞ വാക്ക് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ. മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളെ ഉണ്ടാക്കരുത്, ഇടയാളന്മാരെ ഉണ്ടാക്കരുത് കേട്ടോ. അല്ലാഹ്ക്ക് നിങ്ങൾ ഇടയാളന്മാരെ ഉണ്ടാക്കരുത്, പങ്കാളികളെ ഉണ്ടാക്കരുത്. അല്ലാഹുവിനെ എല്ലാ കാര്യത്തിലും ഏകനാക്കണം. അവന്റെ അസ്മാകളിൽ, അവന്റെ നാമഗുണ വിശേഷണങ്ങളിൽ, അവന്റെ സിഫത്തുകളിൽ, അവന്റെ വിശേഷണങ്ങളിൽ, അവന് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒന്നിലും നിങ്ങൾ അല്ലാഹുവിന് പങ്കാളികളെ നിങ്ങൾ ഉണ്ടാക്കരുത്, ഇടയാളന്മാരെ നിങ്ങൾ വെക്കരുതെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുകയാണ്. ഇത് പരിശുദ്ധ ഖുർആനിലെ പ്രിയമുള്ളവരെ, ഈ ഒരു ആദർശമാണ്. അതേ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അവിടെ നിങ്ങോട്ട് പോരുമ്പോ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ എടുത്തു പഠിപ്പിക്കുന്നത് കാണാം. എല്ലാ നബിമാരും ഇത് പഠിപ്പിക്കാൻ വന്നതാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനത്തിന്റെ വഴി കാണിക്കുന്ന ആദർശം ഇതാണ്. നിർഭയത്വം നൽകുന്ന ഒരു ആദർശം ഇതാണ്. അതേ മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലാ തിന്മകളിൽ നിന്നും മനുഷ്യനെ നന്മയുടെ വഴിയിലേക്ക് പിടിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വിശ്വാസത്തിന്റെ മേഖല ഇതാണ്. ഈ ആദർശം പഠിപ്പിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും ഭൂമിയിലേക്ക് കടന്നു വന്നതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതേ ആദർശമാണ് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, അതേ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ സംവിധാനത്തിലൂടെ ഈ ജനങ്ങളോട് ആവർത്തിച്ച് ജനങ്ങളോട് പറയാനുള്ളതും അതാണ്. ലോകത്തിതിന്റെ ഇതിന്റെ പേരിൽ കക്ഷികളായി ഭിന്നിച്ചവരുണ്ട്. ഇതിന്റെ പേരിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകളായി മാറി നിൽക്കുന്നവരുണ്ട്. അതേ തിരിച്ചു വരാനുള്ള പരിഹാരത്തിന്റെ മാർഗം ഞാൻ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ. അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. ഞാനും എന്റെ സ്വഹാബത്തും ഇന്നത്തെ ദിവസം ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത് ആ മാർഗമാണ്, അതിലേക്ക് മടങ്ങലാണ് പരിഹാരം. അത് ഖുർആനാണ്, അത് സുന്നത്താണ്. സ്വഹാബത്ത് അതിനെ ഉൾക്കൊണ്ട പോലെ ഉൾക്കൊണ്ട് ജീവിക്കലാണ്. പരിശുദ്ധ ഖുർആനിലൂടെയുള്ള പ്രവാചകന്മാരുടെ ദഅവത്തിനെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയാഇന്റെ 25-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന വാചകം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. അല്ലാഹു പറയാണ്, ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ നിങ്ങൾ എന്നെ ആരാധിക്കുവിൻ എന്ന്
പഠിപ്പിക്കാൻ വേണ്ടി, എന്ന് ബോധനം ചെയ്യാൻ വേണ്ടിയാണ്. അതേ നിനക്ക് മുമ്പ് ഉള്ള എല്ലാ പ്രവാചകന്മാരെയും നാം അയച്ചത് അതിനു വേണ്ടിയാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അതിനു വേണ്ടിയല്ലാതെ ഒരു ദൂതന്മാരെയും നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതെ, അതവിടെ നിർത്തിയില്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നഹ്ലിലെ 36-ലും അല്ലാഹു പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് തഗൂത്ത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, തീർച്ചയായും ഓരോ സമുദായത്തിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ചിരിക്കുന്നു. എല്ലാ സമൂഹത്തിലേക്കും ഉള്ള പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ പ്രവാചകന്മാർ വന്നത്? അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കാനാണ്. വജ്തനിബുത് തഗൂത്ത്, നിങ്ങൾ താഗൂത്തിനെ വെടിയണം. അതായത് അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ബഹുദൈവങ്ങളെ നിങ്ങൾ വെടിയണം എന്ന് പഠിപ്പിക്കാനാണ് അല്ലാഹു എല്ലാ പ്രവാചകന്മാരെയും പറഞ്ഞയച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. ഓരോ നബിമാരുടെ സംഭവങ്ങളും അല്ലാഹു ചരിത്രങ്ങളെ പഠിപ്പിക്കുന്നിടത്ത് അവരയച്ചതിന്റെ ലക്ഷ്യം അല്ലാഹു ഓരോ ആയത്തുകളിലും അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, 2-3 ഉദാഹരണങ്ങൾ പറയാം. പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അല്ലാഹു പറഞ്ഞയച്ചു. എന്തിനാണ്? ഫഖാല യാ ഖൗം, ആ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ജനങ്ങളെ വിളിച്ചു പറഞ്ഞത്, അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം കേട്ടോ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹുവിന് പുറമെ മറ്റൊരാളെയും നിങ്ങൾ ഇടയാളന്മാരായി മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പഠിപ്പിച്ചു. എന്നിട്ട് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ, നിങ്ങൾ സൂക്ഷ്മത കൈവരിക്കുന്നില്ലേ എന്ന് ഖുർആനിന്റെ ചോദ്യമാണ്. നൂഹ് നബിയോട് നിർത്തിയോ? ഇല്ല. വഇലാ ആദിൻ നഖാഹും ഹൂദാ, ആദ് സമൂഹത്തിലേക്ക് അല്ലാഹു ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുകയാണ്. ഖാല യാ ഖൗം, ഏ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു അഫലാ തത്തഖൂൻ, അല്ലാഹുവിന് പുറമെ മറ്റൊരാളെയും നിങ്ങൾ ഇലാഹായി സ്വീകരിക്കരുതെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ ഒരു ആദർശം ജനങ്ങളെ പഠിപ്പിക്കാനാണ് അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്, അല്ലേ? ഇനിയും കാണാം, ഇലാ സമൂദ അഖാഹും സ്വാലിഹാ, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പറഞ്ഞയച്ചു സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു പറഞ്ഞയക്കുകയാണ്. എന്തിനു വേണ്ടി? ഇതേ ആദർശം പഠിപ്പിക്കാൻ. ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ അല്ലാഹനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, എല്ലാ രംഗങ്ങളിലും നമുക്ക് കാണാം എല്ലാ പ്രവാചകന്മാരും കാതലായി ജനങ്ങളോട് പറഞ്ഞ ഒരു ആദർശം ഇതാണ്. ഇതിനാണ് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്, അല്ലേ? ഈ ഒരു ആദർശങ്ങളെ കെട്ടിപ്പടുത്ത് പോരുന്നിടത്ത് സഹോദരങ്ങളെ, ഇവിടെ മുസ്ലിം സമൂഹത്തിൽ പോലും, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആദർശമായി പ്രഖ്യാപിച്ചു എന്ന് അവകാശപ്പെടുന്നവരിൽ പോലും ഇതിൽ അപാകത വന്നിട്ടുണ്ട്, തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, പിഴവുണ്ട് എന്ന് പറയാൻ സഹോദരങ്ങളെ ഈ ഒരു സന്ദർഭത്തെ ഞാൻ ഉപയോഗപ്പെടുത്താണ്. കാരണം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ഇന്ന് ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ ആയത്തുകളും ഹദീസുകളും ഒക്കെ വളച്ചൊടിച്ച് അള്ളാഹുവിന്റെ ദീനിൽ നിന്ന്, അല്ലെങ്കിൽ ഈ തൗഹീദിൽ നിന്ന് ജനങ്ങളെ പിറകിലേക്ക് വലിക്കുന്ന പല സംസാരങ്ങളും പല ശൈലികളും നമ്മുടെ നാടുകളിൽ ഇന്ന് കാണാൻ സാധിക്കും, അല്ലേ? അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന, അള്ളാഹു അല്ലാത്ത ഔലിയാക്കന്മാരിലേക്ക്, തങ്ങന്മാരിലേക്ക്, ബീവിമാരിലേക്കൊക്കെ മനുഷ്യരെ കൊണ്ടുപോകുന്ന വളരെ അപകടകരമായ അവസ്ഥകൾ നമ്മുടെ നാടുകളിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആദർശം ജനങ്ങളോട് വളച്ചുകെട്ടില്ലാതെ പറയണം, സത്യം സത്യമായി തുറന്നു പറയണം. അത് പറയാനാണ് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള വേദികൾ നമ്മൾ ഒരുക്കുന്നത്. ഇത് ഒരു വാക്കേറ്റത്തിന്റെ വേദിയല്ല. ആരോടെങ്കിലും ദേഷ്യം തീർക്കലോ ഏതെങ്കിലും സംഘടനകളെ തകർക്കലോ ഒന്നും ഇതിന്റെ ലക്ഷ്യമല്ല. ആളുകളുടെ കൽബിലേക്ക് ഈ ദീനിനെ വളച്ചുകെട്ടില്ലാതെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച തൗഹീദിന്റെ വിഷയം ഒന്നാമതായി, തൗഹീദിന്റെ വിഷയത്തിൽ പിഴവ് സംഭവിച്ച മേഖലകളെ നമ്മൾ തിരുത്തണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഖണ്ഡിതമായി ഇവിടെ ഉദ്ഘാടന സംസാരത്തിലൂടെ വിശദമായി വിശദീകരിച്ചു അല്ലേ? എന്തുകൊണ്ട് അള്ളാഹു അല്ലാത്തവർ ആരാധിച്ചുകൂടാ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്ന ശൈലി ഇന്ന് നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തമാണ്. അപ്പൊ നോക്കൂ, നമ്മുടെ നാടുകളിലൊക്കെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തമായ ശൈലികൾ നമുക്ക് കാണാം. പരിശുദ്ധ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളിൽ നമുക്ക് കാണാം, പ്രാർത്ഥന എന്നത് അത് ആരാധന തന്നെയാണെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന, അത് ആരാധനയാണ്. എന്നിട്ട് ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര സ്ഥലത്താണ് നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, എന്നോട് പ്രാർത്ഥിക്കൂ എന്ന് റഹ്മാനായ റബ്ബ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാടുകളിൽ ഇന്ന് പ്രാർത്ഥനകൾ അല്ലാഹുവല്ലാത്ത വ്യക്തികളുടെ മുന്നിൽ, വസ്തുക്കളുടെ മുന്നിൽ, ശക്തികളുടെ മുന്നിൽ, കെട്ടി ഉയർത്തിയ ഖബറുകളുടെ മുന്നിൽ, അല്ലാഹുവല്ലാത്ത വലിയകളുടെ മുന്നിലൊക്കെ തന്റെ കാര്യങ്ങൾ, തന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ശൈലികൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇത് ദീനല്ല, അതിന് ഇസ്ലാമുമായി ബന്ധമില്ല, അതിന് അഹ്ലുസുന്നയുമായി യാതൊരു ബന്ധവുമില്ല. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അത് ആ രൂപത്തിൽ തന്നെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്ന വചനങ്ങൾ നമുക്ക് കാണാം അല്ലേ? ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൽത ഫസ്തഇൻ ബില്ലാഹ്. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവോട് ചോദിക്കുക. വഇദാ ഇസ്തഅൽത ഫസ്തഇൻ ബില്ലാഹ്, നിങ്ങൾ സഹായം തേടുകയാണോ നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടണേ. പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ വ്യക്തമായി നമ്മൾ വായിക്കുന്ന, നമ്മൾ കണ്ട ഹദീസുകളും ആയത്തുകളും ഇങ്ങനെയാണെങ്കിൽ, പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ പല പേരുകളിലും മദ്ഹിന്റെ പേരിൽ, അതേപോലെ തന്നെ ഔലിയാക്കളോടുള്ള അമിതമായ ബഹുമാനത്തിന്റെ ഒക്കെ പേരിൽ റബ്ബല്ലാത്തവരിലേക്ക് ആരാധനകൾ സമർപ്പിക്കുന്ന ശൈലികൾ നമ്മുടെ നാടുകളിൽ കാണാം അല്ലേ? ഒരു മാലക്കിതാബ് തുറന്നു വെച്ചാൽ ആ മാല മൗലൂദുകളിൽ നിറക്കപ്പെട്ട പല വരികളും അപകടകരമായ വരികൾ ഇല്ലേ? ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുത്, ചെല്ലരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ മദ്ഹുണ്ടോ? മദ്ഹുണ്ട്, മദ്ഹ് വേണം, ആ കാര്യത്തിൽ തർക്കമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹാണ് ചൊല്ലേണ്ടത്. നമ്മളിവിടെ സ്വലാത്ത് തുടങ്ങിയിട്ടാണ് നമ്മുടെ സംസാരം ആരംഭിച്ചത് അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും മദ്ഹ് ചൊല്ലുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ ആ മദ്ഹുകൾ അതിരി കവിയാൻ പാടില്ല. ആ മദ്ഹുകൾ ഒരിക്കലും അതിരി കവിയാൻ പാടില്ല. അതിരി കവിഞ്ഞ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതേ ആ നസാറാക്കൾ പാടി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പാടി പുകഴ്ത്തരുത്, നിങ്ങൾ എന്നെ പുകഴ്ത്തരുതെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ മദ്ഹിന്റെ പേരിൽ പാടി ചൊല്ലി അവസാനം എന്തായി? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് വാദിക്കുന്നിടത്തേക്ക് ഒരു സമുദായം പോയെങ്കിൽ അതേപോലെ നിങ്ങൾ ആവരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം അല്ലേ? അതേപോലെ നിങ്ങൾ ആവരുതെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ നാടുകളിൽ നിന്ന് മദ്ഹിന്റെ പേരിൽ ചൊല്ലുന്ന ഗ്രന്ഥങ്ങളിൽ സഹോദരങ്ങളെ പച്ചയായ ശിർക്കിന്റെ വരികളാണ്, പച്ചയായ കുഫ്റിന്റെ വരികളാണ്. ഇത് തെറ്റാണ്, ഇത് ചൊല്ലരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നോക്കൂ, മങ്കൂസ് മൗലൂദ് തുറന്നു വെച്ചാൽ, ഷറഫലനാമിന്റെ കിതാബുകൾ തുറന്നു വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് കാണാം ഷറഫലനാമിന്റെ വരികൾ ഇങ്ങനെ ചൊല്ലിട്ട്
പോരുമ്പോ ഈ ഉമ്മത്ത് ഭക്തിയോടുകൂടിയിരുന്ന് ചൊല്ലുന്ന വരികളെന്താ? ഭക്തിയോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഉമ്മമാരൊക്കെ തലയിൽ തട്ടമിട്ട് സമാധാനത്തോടെ നിന്ന് കേൾക്കുന്ന, ഭക്തിയോടെ നിന്ന് കേൾക്കുന്ന ഈ ബൈത്തിന്റെ അർത്ഥം എന്താണ് സഹോദരങ്ങളെ? എന്താ പറഞ്ഞത്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ظني യാ ബശീറു യാ നദീറു. ആ വരികൾ പഠിപ്പിക്കണമെന്ന അബ്ദുക്കൽ മിസ്കീൻ, ആ പദത്തിൽ എന്നെ പിഴവായി. അബ്ദുക്കൽ മിസ്കീനു യർജു, നബിയേ നിങ്ങളുടെ പാവപ്പെട്ട അടിമ ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. അടിമയാണ്, റസൂലുള്ളാഹിന്റെ അടിമയാണെന്ന പദപ്രയോഗം നമ്മൾ റസൂലുള്ളാഹിന്റെ അടിമയാണോ? സഹോദരങ്ങളെ, ഒരിക്കലുമല്ല. നമ്മൾ അല്ലാഹുവിന്റെ അടിമയാണെന്ന് ബുദ്ധിയുള്ള എല്ലാവരും, വിശ്വാസികളായ മുഴുവൻ ആളുകളും പറയും. പക്ഷെ അവിടെ തന്നെ പിഴച്ചു. എന്നിട്ട് ആ വരികൾ ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് പറയുന്ന വാക്കുകൾ എന്താണ്? നരകത്തിൽ നിന്ന് ജനങ്ങളെ കാക്കുന്ന നബിയെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, അവലംബമാകണേ നബിയെ, താങ്ങി നിൽക്കണേ റസൂലേ എന്നിങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തേടുന്ന വരികൾ. ഇത് ഖുർആനിനെതിരാണ്, ഇത് ഹദീസിന് വിരുദ്ധമാണ്, ഇത് സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശത്തിന് എതിരാണ്, ഇത് അഹ്ലു സുന്നക്ക് വിരുദ്ധമായ ആദർശമാണ്. ഇത് ദീനല്ല. ഇത് പറഞ്ഞാൽ സഹോദരങ്ങളെ, നാട്ടിലവൻ പുത്തൻവാദിയായി, നാട്ടിലവൻ മോശമായി ചിത്രീകരിക്കപ്പെടലായി, അവൻ കുഴപ്പക്കാരനാണെന്ന് മുദ്രകുത്തലായി. ആക്ഷേപങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ളതല്ല. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കൂ, നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയെ എന്ന് വിളിക്കുമ്പോ നമ്മൾ അടിവര ഇടേണ്ട ഒരു വാചകമുണ്ട് സഹോദരങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, മഹാനായ റസൂലുള്ളാഹിന്റെ പുന്നാര മകൾ ഫാത്തിമ ബീവിയെ എന്തിഷ്ടമായിരുന്നു റസൂലുള്ളാഹിക്ക്, എന്ത് സ്നേഹമായിരുന്നു റസൂലുള്ളാഹിക്ക് തന്റെ ഫാത്തിമ ബീവിയോട്, തന്റെ മകളോട്. മകൾ കയറി വരുമ്പോയാ ഫാത്തിമത്ത് ഖിത്അതു ഖൽബി, എന്റെ കരളിന്റെ കഷ്ണമായ മോളെ ഫാത്തിമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിക്കാറുണ്ട്. ഫാത്തിമ ബീവി അടുത്തേക്ക് വിളിക്കുന്നു, അടുത്തേക്ക് വാ മോളെ. നോക്കൂ നിങ്ങൾ, മർഹബൻ ബിബിനതി, കേറി വാ മോളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്താറുണ്ട്. റസൂലുള്ളാഹി ചുംബിക്കാറുണ്ട്. എന്തിഷ്ടമായിരുന്നു ഫാത്തിമ ബീവിയോട്. ആ ഫാത്തിമ ബീവിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാചകം നമ്മൾ കേട്ടിട്ടില്ലേ ഹദീസുകളിൽ? മോളെ, ഭൂമിയിൽ നിന്ന് ദുനിയാവിൽ നിന്ന് വല്ലതും വേണോ? എന്റെ മോള് ചോദിച്ചോ, മോക്ക് ഞാൻ തരാം. പക്ഷേ അൻകിരി നഫ്സകി മിനന്നാർ, മോളെ നരകത്തിൽ നിന്ന് നിന്റെ തടി നീ തന്നെ കാക്കണേ മോളെ. അന്ന് വാപ്പാക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാവില്ല. നരകത്തിൽ നിന്ന് നിന്റെ തടി നീ തന്നെ കാക്കണേ മോളെ. അതുകൊണ്ടാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ നേരത്ത് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, ഫാത്തിമ, വാപ്പ യാത്രയാവുകയാണ് മോളെ, വാപ്പാന്റെ വേദന ഇതോടെ തീരുകയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ മോളെ. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് സൂക്ഷ്മതയോടെ നിന്റെ ജീവിതത്തെ നീ കൊണ്ടുപോകണം മോളെ എന്ന് മകളോട് കൽപ്പിച്ചത് എന്തിനാ സഹോദരങ്ങളെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയാണ് ഈ മാലയിൽ പഠിപ്പിച്ചതുപോലെ എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് പറയുന്നത് എന്തായിരുന്നു? മോളെ, നീ പേടിക്കണ്ട, അവിടെ വാപ്പയുണ്ടാകും എന്നല്ലേ റസൂലുള്ളാഹി പഠിപ്പിക്കേണ്ടിയിരുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻകിദി നഫ്സകി മിനന്നാർ, നിന്റെ തടി മോളെ നരകത്തിൽ നിന്ന് നീ തന്നെ കാക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സന്ദർഭങ്ങളിലും നരകത്തിൽ നിന്ന് കാക്കുന്നത്, നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് സഹോദരങ്ങളെ, അത് റബ്ബ് തീരുമാനിക്കുന്നതാണ്. അത് റബ്ബിന്റെ അടുത്തുള്ള
കുഫറിന്റെ വാക്കുകൾ ഇരുന്ന് ചൊല്ലുകയാണ്, റസൂലിനോട് വിളിച്ചുകൊണ്ട് തേടുന്ന വരികൾ. റസൂലേ, നരകത്തിൽ നിന്ന് കാക്കുന്ന നബിയെ, ഞങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറയുന്നതിൽ ശിർക്കില്ലേ സഹോദരങ്ങളെ? ഇത് തെറ്റല്ലേ സുഹൃത്തുക്കളെ? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമല്ലേ ഇത്?